നമസ്കാരം, പ്രേമരാജൻ പുന്നാട്. അപ്പം ഞാൻ ഇന്നലെ ഈ അംഗൻവാടിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അംഗൻവാടിയുടെ അപകടാവസ്ഥ. അപ്പോൾ അതിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായി സംസാരിച്ചു. താൽക്കാലികമായിട്ട് അവിടെ നിന്ന് അംഗൻവാടി മാറ്റിയിട്ടുണ്ട് എന്ന് പ്രസിഡൻറ്റ് അറിയിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. പക്ഷേ ഇനി അംഗൻവാടിക്ക് 3 സെൻറ്റ് സ്ഥലം കണ്ടെത്തി കൊടുത്താൽ അംഗൻവാടി നിർമ്മിക്കുവാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾ പുതിയ അംഗൻവാടി സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് 3 സെൻറ്റ് സ്ഥലം സംഭാവന ചെയ്യണം, അല്ലെങ്കിൽ അത് വാങ്ങിക്കാനുള്ള ഒരു സംവിധാനം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പറെ അറിയിച്ചിട്ടുണ്ട്. സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾ വലിയ അപകടം രക്ഷപ്പെട്ടു. നിരവധി കുട്ടികൾ, അവരെ നമുക്ക് പുഴയും വെള്ളവും മലവെള്ളവും പഠിപ്പിക്കാൻ, അവർക്ക് പോഷകാഹാരങ്ങൾ നൽകാൻ, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഇനിയും മാത്രമല്ല മറ്റൊരു സ്ഥലം കണ്ടെത്താം. ചില അംഗൻവാടി നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ, നിങ്ങളുടെ ഇടപെടൽ, ഷെയർ, അതാണ് ആ കൃത്യമായ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാവാൻ കാരണമായത്. പിന്തുണച്ചാൽ നന്ദി അറിയിക്കുന്നു. വീഡിയോ ചെയ്തതിന്റെ ഭാഗമായി ചിലർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലർക്ക് എന്നോട് നീരസമുണ്ട്, ദേഷ്യമുണ്ട്. പക്ഷെ എന്നിരുന്നാലും നാളെ ഒരു അപകടം വന്നിട്ട് നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇത് പൊതുമധ്യത്തിൽ കൊണ്ടുവന്നു. ഇത് മാത്രമല്ല, അതുകൊണ്ട് അതിനൊരു ശാശ്വത പരിഹാരം ഇപ്പോൾ താൽക്കാലികമായിട്ടുണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്ഥലം കണ്ടെത്താൻ വേണ്ടി അവിടുത്തെ മെമ്പർമാർ, അവിടുത്തെ നാട്ടുകാർ പരിശ്രമിക്കട്ടെ. അതിന് ഇടയാവട്ടെ. സുരക്ഷിതമായൊരു സ്ഥലം കണ്ടെത്തുവാനും അവിടെ കുട്ടികൾക്ക് പഠിക്കുവാനുമുള്ള, കളിക്കുവാനും വളരുവാനുമുള്ള അവസരങ്ങൾ ഒരുങ്ങട്ടെ എന്ന് ആശംസിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി കടപ്പാട് അറിയിക്കുന്നു. നിങ്ങളുടെ പിന്തുണയാണ്. താങ്ക് യു. ഇടപെട്ട പഞ്ചായത്ത് ഭരണസമിതിക്കും ഇത് പിന്തുണച്ച, ഷെയർ ചെയ്ത എല്ലാ ഫോളോവേഴ്സിനും, ആളുകൾക്കും 1000 നന്ദി അറിയിക്കുന്നു. തുടർന്നും എല്ലാവരും എൻ്റെ പേജ് ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഇതിനെ വിജയിപ്പിക്കണം. ഇതുപോലെ ജനോപകാരപ്രദമായ കാര്യങ്ങൾ പരമാവധി ഇതിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു.